മണ്ണാന്ന്
അവിടെ നിന്ന് പോകാൻ പറ്റേ ചേച്ചിമാരെ ഒന്ന് പരിചയപ്പെട്ടെ ഞങ്ങൾ. ഇനിയും മലയാള സിനിമയിൽ പാട്ടുകളൊന്നും ബാക്കിയില്ല, കാരണം എല്ലാവരും ഡാൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നല്ലൊരു ഡാൻസ് ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഗുഡ് ജോബ്. നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ കൊള്ളാം. ഇത്രയും നന്നായിട്ട് ഈ പെർഫോമൻസ് ഇവിടെ അവതരിപ്പിച്ചപ്പം നിങ്ങൾ ഇതിൻ്റെ പുറകിൽ അത് നമ്മളിവിടെ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തെ ഒരു പെർഫോമൻസ് ആണ്. പക്ഷേ ഈ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തിന് വേണ്ടി ഇവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവരെല്ലാവരും എൻ്റെ അറിവനുസരിച്ച് വർക്കിംഗ് ലേഡീസാണ്, ഹൗസ് വൈഫ് അല്ല. അവരവരുടെ ഡ്യൂട്ടി സമയം, ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് ഇതിന് പ്രാക്ടീസിന് സമയം കണ്ടെത്തുന്നതും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവരാണ്. അവർ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാം ചെയ്ത് ഈ എഫർട്ടും എക്സസൈസും എടുത്തതിന് വളരെയധികം താങ്ക്സ് മലയാളി അസോസിയേഷൻ്റെ പേരിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ പ്രാക്ടീസിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? 2 മാസമായി തുടങ്ങിയിട്ട് ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് വീട്ടിലൊന്നും വെക്കാറില്ല. പിന്നെ അതുമല്ല എന്തെങ്കിലും ജോലിയും കുട്ടികളും ഉണ്ട്. അപ്പം വീക്കെൻഡ്സും എല്ലാം ബിസി ചെയ്യുക, വീക്ക് ഡേയും വെക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഹസ്ബൻഡ് സപ്പോർട്ടഡ് വി cannot do it. So in this opportunity we thank them. So without their support we cannot. Big round of applause for all the husbands. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തെ പറ്റി പറഞ്ഞു, പക്ഷെ നിങ്ങളവിടെ പ്രാക്ടീസും ബഹളവും ഇങ്ങനെ തുള്ളി കളിച്ചുമൊക്കെ നടന്നപ്പം ഈ കിച്ചന്റെ ഉള്ളിൽ കുറെ പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സ്നാക്സും ജ്യൂസും ഒക്കെ എല്ലാം പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൊച്ചുങ്ങളെ രാരിയോ പാടിയോ ഉറക്കിയോ ഒക്കെ ഒരു 7-8 ഭർത്താക്കന്മാരുണ്ട് ഇരിപ്പുണ്ട്. അവരുടെ അധ്വാനം അപ്പൊ ഒന്നുമല്ലേ. അപ്പൊ ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. ഏതൊരു സ്ത്രീയുടെ വിജയത്തിന് പുറകിലും ഒരു പുരുഷനുണ്ടായിരിക്കും. ഒരു നല്ല കയ്യടി ആ ഭർത്താക്കന്മാർക്ക് കൊടുക്കുക. താങ്ക് യു.